കൊല്ലം ഓയൂർ തെരുവുറത്ത് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. മാരുതി ഓൾട്ടോ കാറിലെത്തിയ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കൂടുതൽ വിവരങ്ങളിലേക്ക്. സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഈ ഭാഗത്ത് വെച്ചാണ് സംഭവം നടന്നത്. ഇത് ചെറിയ വെളുന്നല്ലൂർ KPM ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് നിന്ന് താഴേക്ക് വരുന്ന റോഡാണ്. ആ റോഡ് വട്ടപ്പാറയിൽ വന്ന് കയറുന്ന റോഡാണ്. ഈ കടയുടെ പിൻഭാഗത്തേക്ക് ഈ കുട്ടി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. വെളുത്ത ഓൾട്ടോ പഴയ മോഡൽ കാറായിരുന്നു എന്നാണ് കുട്ടി പറയുന്നത്. 2 പേര് ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. ഈ സമയത്ത് ഇവിടെയെല്ലാം വിജനമായിരുന്നു. ഈ കട തുറന്നിട്ടില്ലായിരുന്നു. ഇതൊരു കച്ചവട സ്ഥാപനമാണ്. ഈ കടയുടെ ബാക്ക് സൈഡിലായിട്ട് ഈ കുട്ടി ഓടി രക്ഷപ്പെട്ട് മാറി നിന്നു എന്നാണ് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ, ആ കുടുംബത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലായി. ഇതാണ് റോഡ്. ഇവിടെ സാധാരണഗതിയിൽ വളരെ വിജനമായ ഒരു പ്രദേശമാണ്. ഈ കടയിൽ ആളില്ല എങ്കിൽ മിക്കവാറും ഈ പ്രദേശത്ത് ആളൊഴിഞ്ഞൊരു സ്ഥലമാണ്, കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീടും ആ സമയത്ത് ഈ വീട് പൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. ഈ കുട്ടി പറയുന്ന ആ ഒരു സമയത്ത് ഒരു 15 മിനിറ്റോളം സമയം ഈ പ്രദേശങ്ങളിലൊക്കെ കറണ്ട് പോയിരുന്ന സമയമാണ്. ഈ സമയത്ത് ഇവിടെയുള്ള CCTVകളൊന്നും വർക്ക് ചെയ്തിരുന്നില്ല. പല CCTVകളിലും ഇതിൻ്റെ ഫുട്ടേജ് എടുക്കാൻ ശ്രമിച്ചിട്ടും ഈ വാഹനങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാളെയും ഈ പ്രദേശങ്ങളിൽ അന്വേഷണ സംഘത്തിൻ്റെ തെരച്ചിലും CCTV പരിശോധനയൊക്കെ ഉണ്ടാകും എന്ന് പൂയപ്പള്ളി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പൂയപ്പള്ളി പോലീസിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തായാലും ആ കുട്ടിയുടെയും പിതാവിൻ്റെയും വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ കൃത്യമായി? ഈ സംഭവം ഞാനിവിടെ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഇതുപോലെ തള്ളയും തള്ളയും കൂടെ ചോദിക്കുന്നത് കേട്ട് എന്തോടെ കരഞ്ഞോണ്ട് വന്നത് എന്താണെന്ന്. അപ്പോഴാണ് ഇങ്ങനെ പറയാനായിട്ടുകൊണ്ടാണ് എന്നേക്കുന്നത്. എന്നെ കാറിൽ ഒരാൾ വന്നിട്ട് ഇതുപോലെ സംസാരിച്ച് വിളിച്ച് വണ്ടി കയറ്റാൻ നോക്കി, വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ കയറിയില്ല. അങ്ങനെ കമ്പെടുത്ത് അടിച്ചത്. അങ്ങനെ ഞാൻ വിവരം എഴുന്നേറ്റ് ഇത് സംഭവം ഇങ്ങനെ കേട്ടോണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റ് എന്തോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സത്യമാണോ അല്ലയോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ തോന്നി. കാരണം ഇനി പിള്ളേര് കളവ് സംശയമുള്ളതുണ്ട്. അപ്പം പറഞ്ഞ് സത്യമാണെന്ന് പറഞ്ഞ് എന്നാ ബാന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴെന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇറങ്ങി നേരെ സ്കൂളിൽ പോയി. എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചപ്പോൾ കാവടി അതൊക്കെ വെച്ചിട്ടാന്ന് പറഞ്ഞു. കാർ ഏതാന്ന് വെച്ചപ്പോൾ പറഞ്ഞ ഒരു വെള്ള ആൾട്ടോ കാറാണ്. എത്ര പേരുണ്ടായിരുന്നു വെച്ചാൽ 2 പേരുണ്ടായിരുന്നു. വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഓയിലോട്ട് പോകുന്ന വഴി ചോദിച്ചു. വഴി ചോദിച്ചു. അപ്പം ഇവനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. അപ്പം പെരുവർത്താന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ വണ്ടി കയറി അങ്ങോട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞു. മുട്ടായി എടുത്തു കൊടുത്തിട്ട് അവൻ പറഞ്ഞു വേണ്ട, അവൻ നടന്നു നോക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഇത് അവൻ നിരസിച്ചതോടുകൂടി ഇവര് വണ്ടിക്കകത്തുനിന്ന് ഒരു കമ്പെടുത്ത് ഡ്രൈവറാണ് ഇവനെ അടിച്ചത്. ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് എന്നുവെച്ചാൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഡ്രൈവറെ അടുത്ത് വിളിച്ചിട്ടാണ് ഇപ്പുറ സൈഡിലോട്ട് വിളിച്ചിട്ടാണ് ഇവരുടെ അടുത്ത് കാര്യം ചോദിക്കുന്നത്. അങ്ങനെ ഇവൻ ഈ അടി കിട്ടിയ അവിടെ അഷ്റഫുക്കാരുടെ കടയുടെ ബാക്കിലോട്ട് ഇവൻ പോയി അവിടെ മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവര് അപ്പോഴും തന്നെ കാറ് തിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോയെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇവൻ വന്ന് പറഞ്ഞ ഉടനെ സ്കൂളിൽ പോയി. ഞാൻ നമ്മുടെ അളിയനും ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെ സ്കൂളിൽ പോയി. പിന്നെ ഇതുപോലെ വിവരം പറഞ്ഞു. അപ്പോഴേ അവര് പിന്നെ പ്രിൻസിപ്പളെ വിളിച്ചു, സാറിനെ വിളിച്ചു, ഹെഡ് മാസ്റ്ററെ വിളിച്ചു. അതുപോലെ സ്റ്റേഷനിൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു. സ്റ്റേഷനിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസുകാർ വന്നു സംഭവ സ്ഥലമൊക്കെ സന്ദർശിച്ചു. പിന്നെ അതുപോലെ സ്കൂളിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. സ്കൂളിൽ നിന്ന് തന്നെ അവരും ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി. സാറുമാർ ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ പോകാനും സാറുമാർ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ വേണ്ടുള്ള കാര്യങ്ങളെല്ലാം അവർ കൂടെ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഇടപെടലൊക്കെ PTA ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നു. അപ്പൊ ഇപ്പോഴും ഞാൻ വരുന്നത് വരെ സാറന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയത് എന്തായെന്ന് ചോദിച്ചിട്ട്. ഇപ്പോഴും അയ്യൂബ് സാറ് വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ് ഇതുപോലെ SP-ക്കും DYSP-ക്കും ഒക്കെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അവർ ഉടനെ തന്നെ എന്റെ നല്ല രീതിയിൽ തന്നെ എന്റെ ഇടപെടൽ നടത്തുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിള്ളേർ ഈ എക്സാം ആയതുകൊണ്ട് തന്നെ പിള്ളേർ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും വരെ 2 സമയത്ത് ആ പരീക്ഷയാണ്. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടുമായിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരേ സമയത്ത് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു
നമ്മുടെ KPM സ്കൂളിന്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുട്ടികളൊക്കെ നടന്നൊക്കെയാണ് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും സമയം കൂടി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ ഉണ്ടാവണം കുട്ടികളുടെ. എന്ന് വെച്ചാൽ വീട്ടിൽ വരുന്നത് അവര് നടന്നാണോ വരുന്നത്, എത്തിയോ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഇത് 2-3 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ ഇവിടെ ഒരു സംഭവം നടന്നെന്ന് ഇതുപോലെ പറയുന്നുണ്ട്. കുണ്ട്രമുക്കിലെ റാണു മുക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കുട്ടിയെ പുല്ലാനി പച്ചയിൽ വെച്ചിട്ട് ഇവിടെ ചോദിച്ചു. ഇതുപോലെ റാണൂര് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചു. അതുപോലെ തന്നെ 3-4 ദിവസം കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് മുനീർ ഇവിടെ പുലിക്കുടിയിലുള്ളതാണ്. സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ മുനീർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇതുപോലെ ഒരു കാറിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ചോദിച്ചായിരുന്നു. ഇതുപോലെ ഇന്ന പോലെ ഒരു കാറ് ഇതുപോലെ ഇവിടെ. അതെന്ത് വണ്ടിയായിരുന്നു? അത് സെലോറിയ. അത് ഗ്രേ കളറാണ്. അപ്പം വണ്ടിയെ അല്ല, വണ്ടികൾ അങ്ങനെ ഇത് ഇറങ്ങിയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ വണ്ടികൾ മാറ്റിയൊക്കെ ഉപയോഗിക്കാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം വാഹന സൗകര്യമൊക്കെ അവരുടെ കാണും. അപ്പം എല്ലാവരും വിളിച്ച് അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തുന്നുണ്ട് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്. കാരണം നമുക്ക് അടുത്ത് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ യാദൃച്ഛികമായിട്ട് നടക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ എല്ലാവരും കാര്യക്ഷമമായി ഇടപെട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് അത് കുറ്റക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ എല്ലാ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ അധ്യാപകരും നാട്ടുകാരും ഒക്കെ ജാഗരൂകരായിരിക്കേണ്ടുള്ള ഒരു സമയമാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മളില്ല ഈ ഓയൂരത്തെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കേരളം മുഴുവൻ ഉറങ്ങാതെ ഒരു ദിവസം കാത്തിരുന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു വിഷയത്തിൽ അത് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ അതുപോലെ നമുക്ക് കൈവിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളല്ലേ. അപ്പോൾ എന്താ മോനെ പറയാനുള്ളത്? മക്കളെ പറഞ്ഞോളൂ. പറ മോനെ, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞോ, ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ. സംഭവിച്ചത്, ഞാൻ വരാത്തൊരു കാറ്, ഒരു വെള്ള ആൾട്ടോ കാറ് എൻ്റെ ബാക്കിൽ കൊണ്ട് നിർത്തിയിട്ട് ഓയിൽ പോണ വഴി ചോദിച്ച്. ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോഴത്തേനാണെങ്കിൽ അവര് മുട്ടായി എടുത്ത് തന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചു വീട് എവിടെയാന്ന്. ഞാൻ വീട് പറഞ്ഞു കൊടുത്ത്. അപ്പോഴത്തേനാണെങ്കിൽ അവര് പറഞ്ഞു വീട്ടിൽ കൊണ്ടാക്കാൻ വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കമ്പെടുത്ത് അടിച്ച്. മോനെ അടിച്ച്? ഡ്രൈവറാണ് അടിച്ചത്? ഡ്രൈവർ അടിച്ച്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ ആരും മുട്ടായി ഒന്നും തന്നാൽ വാങ്ങിക്കരുത്, ആരെങ്കിലും വണ്ടി കയറാൻ പറഞ്ഞാൽ കയറരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മായും വാപ്പായൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവണം മാതാപിതാക്കൾ കേട്ടോ, ഇനിയും നമ്മുടെ മക്കളൊക്കെ. അപ്പോൾ ഇതാണ് മോൻ്റെ അവസ്ഥ. അപ്പോൾ മോനും കുറച്ച് വിഷമത്തിലും കുറച്ച് പേടിയിലും ഒക്കെയാണ് ഉള്ളത്. പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്കെല്ലാം റെഡിയാക്കാം. അവന്മാരെ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് പിടിക്കണം കേട്ടാ. പിടിച്ച ആളിനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ ഇതാണ് ആളെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, ഉറപ്പ് തന്നെ? ഓ ശരി, ഓക്കെ. അപ്പം ഇതാണ് മോൻ്റെ അഭിപ്രായം. അവൻ വല്ലാതെ പേടിച്ചൊക്കെ ഇരിക്കുകയാണ്, എന്നാലും കാര്യങ്ങളൊക്കെ അവനും കൃത്യമായി പറയുന്നുണ്ട്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, നന്നായി പഠിക്കുക കേട്ടോ. ശരി. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.